നമസ്കാരം സുഹൃത്തുക്കളെ. പോലീസിന്റെ വെടിയേറ്റ ഒരു ഇന്ത്യൻ യുവാവ്, ഇന്ത്യൻ ടെക്കി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, 33 വയസ്സുള്ള ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് നിസാമുദ്ദീൻ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു. സെപ്റ്റംബർ 3-ാം തീയതി. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ യുവാക്കള് കഴിഞ്ഞ മാസമാണ് സിഖ് വംശജൻ കാലിഫോർണിയയിൽ തന്നെ പോലീസിന് വെടിയേറ്റ് മരിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ യുവാക്കള് പോലീസിന്റെ വെടിയേറ്റ് അമേരിക്കയിൽ മരിക്കുന്നതും കൊലപാതകം, എന്താണ് ഈ കഥ? അതിലേക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം ആദ്യ കേസ് എന്ന് പറയുന്നത് പഞ്ചാബി മറ്റേ വാളെടുത്തിട്ട് ഷോ കാണിക്കാൻ പോയി കാലിഫോർണിയയിലെ റോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീശുന്ന പരിപാടിയില്ലേ ഈ പഞ്ചാബികളുടെ. ആ പരിപാടി റോട്ടിൽ കാണിച്ചു, പോലീസ് വെടിവെച്ചു കൊന്നു. ഈ സെപ്റ്റംബർ 3-ാം തീയതി മുഹമ്മദ് നിസാമുദ്ദീന്റെ കേസിൽ കത്തിക്കുത്താണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കത്തി എന്ന് പറഞ്ഞാൽ വലിയൊരു മാരക ആയുധമല്ല. ഓക്കെ, പലരും ചിന്തിക്കുകയായിരിക്കും കത്തി എടുത്താൽ എന്തിനാണ് വെടിവെക്കേണ്ടത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് കടന്നു വരുന്നതാണ് അതിനുശേഷം. ഈ സംഭവം, ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് സെപ്റ്റംബർ 3-ാം തീയതി രാവിലെ 6:30 സാന്താ ക്ലാര പോലീസിന് ഒരു വിവരം കിട്ടുകയാണ്. അതായത് അടുത്തുള്ള പ്രദേശത്ത് ഒരു വീട്ടിൽ രണ്ട് യുവാക്കൾ, റൂമിൽ താമസിച്ച രണ്ട് യുവാക്കൾ തമ്മിൽ വാക്ക് തർക്കം, കത്തിക്കുത്ത്. ഉടനടി പോലീസ് റിപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് വരുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുമ്പോൾ മുഹമ്മദ് നിസാമുദ്ദീൻ അവന്റെ റൂംമേറ്റിനെ മുകളിൽ കയറിയിരുന്ന് കുത്താൻ ശ്രമിക്കുന്നു. കുത്തി എന്നും പറയുന്നു. ഉടനടി പോലീസ് 4 റൗണ്ട് വെടിവെച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മുഹമ്മദ് നിസാമുദ്ദീൻ മരണപ്പെട്ടു. മറ്റേ സഹ റൂംമേറ്റിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. നമ്മൾ ചോദിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് ഇന്ത്യൻ യുവാക്കൾ, 30-35 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കൾ ഇതുപോലെ പോലീസിന് വെടിയേറ്റ് മരിക്കുന്നു അമേരിക്കയിൽ? 2016 മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് മുഹമ്മദ് നിസാമുദ്ദീൻ, ഹൈദരാബാദിൽ നിന്ന്. ഇപ്പൊ വന്നു, പഠിച്ചു, അതിനുശേഷം ഗൂഗിൾ ജോലി ചെയ്തു. ആ കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ടായി, അത് റേസിയൽ അബ്യൂസ്, ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ഒക്കെ വൈറലാണ്. അദ്ദേഹം പറയുന്നത് ആ ഗൂഗിൾ കമ്പനിയിൽ അദ്ദേഹത്തെ വംശീയമായി അധിക്ഷേപിച്ചു, അത് പറഞ്ഞ ശമ്പളം കൊടുത്തില്ല, അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി എന്നുള്ള പോസ്റ്റൊക്കെ ലിങ്ക്ഡിനിലൂടെ. അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടെ, എന്താന്ന് എന്തു ആയിക്കോട്ടെ. പറഞ്ഞു വരാൻ പോകുന്നു പറയുന്നത് ഇന്ത്യൻ യുവാക്കൾ എന്തുകൊണ്ട്, സ്പെസിഫിക്കലി ടെക് ജോലിക്കാരെന്തുകൊണ്ട് ഇതുപോലെ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു? കാരണം 1.5 വർഷമായി മുഹമ്മദ് നിസാമുദ്ദീൻ ജോലിയില്ല എന്ന് പറയുന്നുണ്ട്. കെയർ ടേക്കർ പറയുന്നു, ലിങ്ക്ഡനിൽ പറയുന്നു, പലരും പറയുന്നു അദ്ദേഹത്തിന് വിസ എക്സ്പയർ ആയിട്ടുണ്ട്, പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ട്. ഒരു പക്ഷേ മുഹമ്മദ് നിസാമുദ്ദീൻ അമേരിക്കയിൽ ഇലീഗലായി നിൽക്കുകയായിരിക്കാം. സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് പലരും പരക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ കൂടി ചിന്തിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ യുവാവ്. ജോലിയില്ല, വിസ എക്സ്പയർ ആയിരിക്കുന്നു, ഇലീഗൽ ആയിരിക്കുന്നു. അങ്ങനെ അവസ്ഥയിൽ ഇന്ത്യൻ യുവാക്കൾ എന്താണ് ഈ അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നത്? കാരണം 1.5 വർഷമായി ജോലിയില്ല, ശമ്പളമില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഈ പോലീസ് പറയുന്നത് 2ാമത്തെ തവണയാണ് 1 മാസത്തിനുള്ളിൽ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. ഒരു 2 ആഴ്ച മുമ്പ് വീണ്ടും കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് പോലീസിന് വീണ്ടും വരേണ്ടി വന്നു. അന്ന് അവരെ ഇടപെട്ട് ശാന്തമാക്കി പോയി, വീണ്ടും വരുന്നു. അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു കോൾ വരികയാണ്, 911 വിളിച്ചൊരാൾ പറയുകയാണ് ഇങ്ങനെ അടുത്ത പ്രദേശത്ത് കത്തിക്കുത്ത്. ഉടനെ പോലീസ് സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഇതിനു മുമ്പും ഇതേപോലുള്ള സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതുപോലെയായിരിക്കും ഒരു ബാക്കപ്പും അവർ കരുതുക. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തി ആക്രമണകാരിയാണ്. ഒരുപാട് പേർ ചോദിക്കുകയായിരിക്കും, എന്തുകൊണ്ട് പോലീസിന് മയക്കുപിടി വെച്ചുകൂടാ, അല്ലെങ്കിൽ കാലിൽ വെച്ചുകൂടാ, കയ്യിൽ വെച്ചുകൂടാ എന്നുള്ളത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ പോലീസുകാർ ക്യാമറയുണ്ട്, ബോഡി ക്യാമറയുണ്ട്. ഓക്കെ, അവരുടെ ഓരോ ആക്ഷനും അവർക്ക് ജസ്റ്റിഫൈ ചെയ്തേ പറ്റൂ. ഇങ്ങനെ വഴി പോകുന്നവനെ വെടിവെക്കാനൊന്നും പറ്റില്ല. അവർക്ക് തടഞ്ഞു നിർത്തി എന്താടാ, അതിന് സമാനമായ കാരണങ്ങൾ വേണം, ബോധിപ്പിക്കണം. ഇവിടെ സംഘടനയൊന്നുമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊന്നുമില്ല സംരക്ഷിക്കാൻ. പോലീസുകാർ സ്വയം കോട്ടിപ്പോയി അവരെ ന്യായീകരിച്ചേ പറ്റൂ. ചെറിയ എന്തെങ്കിലുമൊക്കെ സഹായം അവരുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുത്താൽ പോലും തെറ്റ് ചെയ്താൽ സംരക്ഷിക്കില്ല. ടൗണും സംരക്ഷിക്കില്ല, മേയറും സംരക്ഷിക്കില്ല, പാർട്ടിയും സംരക്ഷിക്കില്ല, SIയും SHO ഒരാളും സംരക്ഷിക്കില്ല. സ്വയം ന്യായീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരാളെ കൊല്ലുക എന്നുള്ളത് അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ പോലീസ് വംശീയ വിദ്വേഷം കൊണ്ടൊക്കെ ഇന്ത്യക്കാരാണ് കൊല്ലാം എന്നുള്ളതല്ല. സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്യാൻ, അതായത് ലഘൂകരിക്കാൻ എല്ലാവിധ അവസ്ഥകളും നോക്കിയ ശേഷമായിരിക്കും അവർ കൊല്ലാൻ ശ്രമിക്കുക. പോലീസ് ചവിട്ടി പൊളിച്ച് വീട് കയറി വന്നാൽ ആദ്യം പറയുന്നത് ഡ്രോപ്പ് യുവർ വെപ്പൺ എന്ന് പറയും. നിങ്ങളുടെ വെപ്പൺ എന്തോ ആയിക്കോട്ടെ, കത്തി ആയിക്കോട്ടെ, തോക്കായിക്കോട്ടെ, എന്തോ, ഡ്രോപ്പ് യുവർ വെപ്പൺ എന്ന് ആദ്യം പറയും. ആ വെപ്പൺ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് പോലീസിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാൽ പ്രശ്നമില്ല. ഇത് പറയുന്നത് ഈ വീട് ചവിട്ടി പൊളിച്ചു വന്ന പോലീസിന്റെ കമാൻഡ്സ്, അതായത് ഡ്രോപ്പ് യുവർ വെപ്പൺ എന്നുള്ള കമാൻഡ് അനുസരിക്കാതെ സഹപ്രവർത്തകനെ കുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് മുഹമ്മദ് നിസാമുദ്ദീൻ.
ഇതിൽ ചോദ്യം എന്ന് പറയുന്നത് 4 തവണ വെടിവെച്ചു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ജസ്റ്റിഫൈ ചെയ്യാൻ എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കാം. നമ്മുടെ വിക്ടർ പോലീസുകാരൻ ചോദിക്കാം. 4 തവണ വെടിവെച്ചു എന്നാണ് പറയുന്നത്. ഒരു തവണ പോരായിരുന്നോ? 1 2 തവണ. ഏതവേ ഇതാണ് പോലീസ് രീതി എന്ന് പറയുന്നത്. ഡിഫ്യൂസ് ചെയ്യാനുള്ള, സംഘർഷം ലഘൂകരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും പരാജയപ്പെട്ട ശേഷം മാത്രമായിരിക്കും അവർക്ക് കൊല്ലാൻ സാധിക്കുള്ളൂ. അല്ലാതെ വെറുതെ അങ്ങനെ വെടിവെക്കാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ടെക്കികളുടെ മാനസികാവസ്ഥ അമേരിക്കയിൽ വളരെ പരിതാപകരമാണ്. എയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ജോലി പോകുന്നു. വിസ റെസ്ട്രിക്ഷൻസ്, H1B1 വിസ പോലുള്ളവർക്ക് ജോലികൾ പോകുമ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദം, ഉയർന്ന ജോലി, ശമ്പളത്തിലുള്ള ജോലി പെട്ടെന്നൊരു ദിവസം പോയി വരുമ്പോൾ അതുമായി അവർക്ക് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, നാട്ടിൽ തിരിച്ചു വരുമ്പോഴുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യത, അമേരിക്കയിലുള്ള അവരുടെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഇന്ത്യൻ ടെക്കികൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഈ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ടും ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസിലേക്ക് ഇന്ത്യൻ യുവാക്കൾ പെട്ടുപോകുന്നതിന് മെയിൻ കാരണം എന്താണ്? അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു ലേ ഓഫ്, ഒരുപാട് കമ്പനീസ് ലേ ഓഫ് ചെയ്യുന്നു. അങ്ങനെ ബന്ധപ്പെട്ട് അവർക്കും സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇതായിരിക്കാം മുഹമ്മദ് നിസാമുദ്ദീന് കാര്യം സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് വലിയ ഉയർന്നമായ ശമ്പളമായി ഗൂഗിളിൽ ജോലി പോയപ്പോൾ പെട്ടെന്ന് ആ ഒരു അവസ്ഥയുമായി അദ്ദേഹത്തെ പൊരുത്തപ്പെടാൻ സാധിച്ചില്ല. അവന് 1.5 വർഷമായി ജോലിയില്ല. അപ്പൊ വീട്ടിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തല്ലുകൂട്ടുണ്ടായിരിക്കാം. എന്നാൽ പോലും കത്തിയെടുത്ത് കുത്തുക, 2 കത്തി ഉപയോഗിച്ചു എന്ന് പറയുന്നത്. തെളിവായി കത്തിയൊക്കെ പോലീസ് കയ്യിൽ കരുതിയിട്ടുണ്ട്. അവർ ബോഡി ക്യാമറ റിലീസ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാവിധ ശ്രമങ്ങളും നടത്തി, പക്ഷെ ഞങ്ങളുടെ തീരുമാനം അനുസരിക്കാതെ കത്തിയുമായി കുത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കൊന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയിലുള്ള സുഹൃത്തുക്കൾ പറയുക, ഞാൻ പറയാനുള്ളത്, അത് പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പോലീസ് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവർ പറയുന്നത് കേൾക്കുക. അവരുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലാതെ, അവരുടെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കാതെ ഒരു മൂവ്മെന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുക. അതല്ലാതെ നിങ്ങൾ അവിടെ എണീക്കാൻ ശ്രമിച്ചാൽ അയാൾ കരുതാൻ പോകും നിങ്ങളൊരു തോക്ക് എടുക്കാൻ പോകുന്ന കയറി വെടിവെക്കാൻ അവകാശമുണ്ട്. അപ്പോൾ അവര് പറയുന്ന അനുസരിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ് മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ലാതെ അവരുടെ തീരുമാനത്തിന് എഗെയിൻസ്റ്റ് എന്തെങ്കിലും തീരുമാനത്തിന് മുന്നോട്ട് പോയാൽ എല്ലാവരും ചിലപ്പോൾ അവർ വെടിവെച്ചും വരും. വളരെ ദാരുണമായ സംഭവമാണ് ഇന്ത്യൻ. അപ്പോൾ ഈ മുഹമ്മദ് നിസാമുദ്ദീന്റെ കുടുംബം പറയുന്നു ഇതിന് അന്വേഷണം വേണം, അദ്ദേഹത്തിന്റെ മൃതദേഹം ഉടനടി ഇന്ത്യയിൽ എത്തിക്കണമെന്നുള്ള ആവശ്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. പക്ഷെ ദാരുണമായ സംഭവമാണ്. 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി വന്നു, പക്ഷെ അദ്ദേഹത്തിന് മുന്നേറാൻ സാധിച്ചില്ല. അങ്ങനെ ലൈഫ് പൊലിഞ്ഞു പോയിരിക്കുകയാണ്.